ശബരിമല ശ്രീകോവിലിന്റെ പേരിലും വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. ശ്രീകോവിൽ കവാടം എന്ന പേരിൽ 2019 ചെന്നൈയിൽ സംഘടിപ്പിച്ച പൂജയിൽ നടൻ ജയറാം അടക്കം പ്രമുഖർ പങ്കെടുത്തു. ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന കവാടം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പൂജയ്ക്ക് പോയത് എന്ന് ജയറാം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നെയ്യഭിഷേകത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയതിന്റെ വിവരങ്ങൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. കോടാനുകോടികളുടെ ആരാധനാ കേന്ദ്രമായ ശബരിമലയുടെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ദുരൂഹ വ്യക്തിത്വം നടത്തിയ കൊടും കൊള്ളകളുടെ ഞെട്ടിക്കുന്ന ദൃശ്യസാക്ഷ്യമാണിത്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള എന്ന പേരിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ പൂജ സംഘടിപ്പിച്ചത്. നടൻ ജയറാമും ഗായകൻ വീരമണിയും അടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സംഭവം നടക്കുന്നത് ദ്വാരപാലക ശില്പം സ്വർണം പൂശാൻ എന്ന പേരിൽ ചെന്നൈയിലെത്തിച്ച 2019 തന്നെയാണ്. മഹാസൗഭാഗ്യമെന്ന് പറഞ്ഞ് ഇതിന്റെ വീഡിയോ ജയറാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ശബരിമലയിലേക്ക് അടുത്ത കാലത്ത് 2 സ്വർണത്തിൽ പൊതിഞ്ഞ നടകൾ അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന വഴി അത് ആദ്യം തൊഴുത് കർപ്പൂരം കാണിച്ച് പൂജ ചെയ്ത് അയക്കാനുള്ള ഭാഗ്യം അയ്യപ്പൻ എനിക്ക് ഉണ്ടാക്കി തന്നു. സ്വർണം പൂശൽ നടന്ന അമ്പത്തൂരിലെ ഫാക്ടറിയുടെ മുന്നിൽ വെച്ചാണ് പൂജ സംഘടിപ്പിച്ചത്. ശബരിമലയ്ക്ക് കൊണ്ടുപോകും മുൻപ് തൊഴാൻ വേണ്ടി ചെന്നതാണെന്ന് ജയറാം പറഞ്ഞു. ഇത്ര വിവാദമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നും ജയറാം ന്യൂസ് മലയാളത്തോട്. ഇത് എന്ത് നമുക്കറിയോ, ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നൊരു സാധനമല്ലേ സ്വർണം പൂശി ആലോചിച്ച് ആരാണെന്ന് തൊഴാൻ ആഗ്രഹിച്ചപ്പോ അപ്പൊ അതിന്റെ ഒരു പൂജ ചെയ്യാനും കൂടി അത് ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പ് സന്തോഷം പോയി ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും ജയറാം സ്ഥിരീകരിച്ചു. ശബരിമലയിൽ മേളം നടത്താൻ തന്നെ ക്ഷണിച്ചിരുന്നുവെന്നും ജയറാം പറഞ്ഞു. അദ്ദേഹത്തെ കാണാറുണ്ട് ശബരിമലയ്ക്ക്, അല്ലാതെ അദ്ദേഹം എല്ലാ ഫംഗ്ഷനിലും വിളിക്കും. എന്തോ സമൂഹ വിവാഹം അത് ഇത് പിന്നെ ഒരു മേളം നടത്താമോ എന്ന് ചോദിച്ചു വിളിച്ചിരുന്നു. എന്നാൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടിളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകിയോ എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. നൽകിയതായി രേഖകളിലുണ്ടെന്നാണ് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. പക്ഷേ അത് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ സമ്മതിക്കുന്നില്ല. 6 കിലോ സ്വർണം കാണാനില്ല എന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനാണ് വളരെ വ്യക്തമായി പറഞ്ഞത് അത് സ്വർണ്ണപ്പാളിയല്ല, ചെമ്പുപാളിയാണ്. ദ്വാരപാലക ശില്പത്തെക്കുറിച്ചുള്ള ദുരൂഹതയും ഏറുകയാണ്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനി തറപ്പിച്ചു പറയുന്നു 2019 സെപ്റ്റംബറിൽ എത്തിച്ച ശില്പത്തിൽ ചെമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 197 ഗ്രാം സ്വർണം ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി പൂശി. 2025 അറ്റകുറ്റപ്പണിക്കെത്തിക്കുമ്പോൾ 19 ഗ്രാമിന്റെ സ്വാഭാവിക തേയ്മാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2019 ജൂലൈ 20 ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ശില്പം തന്നെയാണോ ഓഗസ്റ്റ് 29 ചെന്നൈയിൽ എത്തിയതെന്ന ചോദ്യമാണ് ഉയരുന്നത്. നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് കോപ്പറിലുണ്ടാക്കിയ ഒരു തരി പോലും സ്വർണം ചേർക്കാത്ത സാധനങ്ങളാണ്. നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനത്തെ ഒരു സാധനം മാത്രമേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അതിന് പുറത്ത് ഇലക്ട്രോ ഡെപ്പോസിറ്റിംഗ് ചെയ്യത്തുള്ളൂ. ദ്വാരപാലക ശില്പങ്ങൾ 1998 തന്നെ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടാകാനാണ് സാധ്യതയെന്ന് തിരുവിതാംകൂർ ദേവസ്വം മുൻ ഇൻസ്പെക്ഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ചെമ്പായിട്ടുണ്ട് എങ്കിൽ 98 ഇത് ചെമ്പ് പാളി തറച്ചിട്ടുണ്ട്, പൊതിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഉറപ്പാണ്. അതിൽ സ്വർണവും ഇത് വെച്ചിട്ടുണ്ട്. ശബരിമലയിൽ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരെ കൂട്ടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ശില്പങ്ങൾ ചെന്നൈയിലെത്തിക്കാൻ എന്തിനാണ് 29 ദിവസം എന്നതാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ചോദ്യം. ഇവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയതിന് ശേഷം 1 മാസവും 9 ദിവസവും കഴിഞ്ഞ് 39-40 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിൽ എത്തിച്ചത്. അപ്പോൾ 39 ദിവസം എവിടെയായിരുന്നു സാധനം? സ്വർണപാളി ചെന്നൈയിലും ബംഗളൂരുവിലും എത്തിച്ച് പണപ്പിരിവിനായി പൂജ നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ നെയ്യഭിഷേക തട്ടിപ്പും പുറത്തു വന്നു. ഇതര സംസ്ഥാന ഭക്തരിൽ നിന്ന് പണപ്പിരിവ് നടത്തി നെയ്ത്തേങ്ങ ശേഖരിച്ച ശേഷം സന്നിധാനത്തെത്തിച്ച് അഭിഷേകം നടത്തി. 2001 മുതൽ 2023 വരെ 10,000-ഓളം നെയ്ത്തേങ്ങകൾ ട്രാക്ടറിൽ സന്നിധാനത്തെത്തിച്ചുവെന്നാണ് കണക്ക്. ഇതിനായി ദശലക്ഷങ്ങൾ പിരിച്ചെടുത്തു. 2023 ദേവസ്വം ബോർഡ് ഇത് വിലക്കിയത്. കാരണം നെയ്ത്തേങ്ങ അഭിഷേകത്തിന് എത്തിക്കേണ്ടത് ഇരുമുടിക്കെട്ടിലാക്കിയതാണ്. ഇതിനകത്ത് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ടെന്നുള്ളത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. പ്രൊയാക്റ്റീവായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു എൻക്വയറി കൊണ്ട് മാത്രമേ
ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് ഏത് ഏജൻസി ആയാലും, ഏജൻസി ആയിക്കോട്ടെ, ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി ഇത് അന്വേഷിക്കണം. ശബരിമലയിൽ പോലീസ് വാഹനത്തിനായി ഇടനില നിന്നതും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന ഞെട്ടിക്കുന്ന വിവരം ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ഭീമ ജ്വല്ലറിയിൽ നിന്നാണ് ഓഫ് റോഡ് ഗൂർഖ ജീപ്പ് വാങ്ങി നൽകിയത്. DGP റവാഡ ചന്ദ്രശേഖർ സന്നിഹിതനായിരുന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താക്കോൽ കൈമാറിയതാകട്ടെ മുഖ്യമന്ത്രിക്കും. ദ്വാരപാലക ശില്പത്തെ ചുറ്റിപ്പറ്റി തുടങ്ങിയ വിവാദം ശബരിമലയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന വൻ തട്ടിപ്പുകളിലേക്ക് വെളിച്ചം വീശുന്ന തലത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.